ആരോഗ്യവേദി. ഇന്നത്തെ ആരോഗ്യവേദിയിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അടിമാലി ആയുഷ് PHC ആയുർവേദയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റെൻസ് പി വർഗീസ് സംസാരിക്കുന്നു. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. സദാ സ്വാഭാവികമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആയുസ്. ആയുസ്സിനെ നിലനിർത്തുന്നതിനും നീട്ടിക്കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നവർ രോഗത്തിലും ആരോഗ്യത്തിലും ത്യജിക്കേണ്ടതും ഭജിക്കേണ്ടതുമായതിനെ വിവേചിക്കുകയും ആ വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ അവസ്ഥയിലും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേർതിരിച്ച് നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രമെന്ന നിലയ്ക്ക് ആയുർവേദം ചെയ്യുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സ്വാസ്ഥ്യ അവസ്ഥ തന്നെയാണ് ആരോഗ്യം. ഇന്നത്തെ ജീവിത രീതിയുടെ വേഗതയും ഭക്ഷണത്തിലെ മിതത്വമില്ലായ്മയും താളം തെറ്റിയ ഉറക്കശീലങ്ങളും ഫോണും സ്ക്രീനും അമിതമായി ഉപയോഗിക്കുന്നതും മനുഷ്യ ശരീരത്തിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ശാരീരികവും മാനസികവുമായി ഒട്ടേറെ രോഗങ്ങളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഗർഭധാരണം മുതൽ പ്രസവം വരെയും ശൈശവത്തിലും ബാല്യ കൗമാര അവസ്ഥകളിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്തിനേറെ പാലിയേറ്റീവ് പരിചരണത്തിൽ പോലും വേഗത കൂടിയ ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ആയുഷ് വകുപ്പിന് കീഴിൽ ആയുർവേദം, സിദ്ധ, യുനാനി, യോഗ, പ്രകൃതി ചികിത്സ എന്നീ ചികിത്സാ സമ്പ്രദായങ്ങളെ നിയന്ത്രിക്കുന്നതും വികസിപ്പിക്കുന്നതുമായ വിഭാഗമാണ് ഭാരതീയ ചികിത്സാ വകുപ്പ്. ആയുഷ് സെക്രട്ടറി ഭരണ നേതൃത്വവും ഡയറക്ടർ ഭരണനിർവഹണവും നിർവഹിക്കുന്ന ഈ വകുപ്പ് 14 ജില്ലകളിലായി കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളും ഡിസ്പെൻസറികളും വഴി സമഗ്രവും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നു. ഇതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ത്രിതല പഞ്ചായത്ത് സമിതികളുമായി ചേർന്നുകൊണ്ട് തദ്ദേശീയമായതും അല്ലാതെയുമുള്ള പൊതുജനാരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും നടപ്പാക്കി വരുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കുറഞ്ഞത് ഒരു ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തെ ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ വസ്തുത. 818 ആയുർവേദ ഡിസ്പെൻസറികൾ, 130 കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ, 59 സബ് സെൻ്ററുകൾ എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൻറ്റർ, യോഗ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, നാഷണൽ ആയുഷ് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നീ പദ്ധതികൾ വഴി നടപ്പാക്കുന്ന പൊതുജനാരോഗ്യ പരിപാടികൾ എന്നിവയും എടുത്തു പറയേണ്ടവ തന്നെയാണ്. ജീവിതശൈലീ രോഗങ്ങൾ, ഗർഭിണീ പരിചരണം, പകർച്ചവ്യാധികൾ, സ്കൂൾ കേന്ദ്രീകൃതമായ ആരോഗ്യ പരിപാടികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം, ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ പരിപാലനം, സ്പോർട്സ് ആയുർവേദ, മറ്റു വകുപ്പുകളുമായി യോജിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നീ പദ്ധതികളെല്ലാം ഭാരതീയ ചികിത്സാ വകുപ്പ് ഏറെ പുതുമകളോടെ നിർവഹിച്ചു വരുന്നു. സർക്കാർ ആശുപത്രികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം തിരക്ക് നിറഞ്ഞ പ്രാഥമിക സൗകര്യങ്ങൾ കുറഞ്ഞ കെട്ടിടങ്ങളും അവിടെയുള്ള നീണ്ട ക്യൂവുമാണ്. എന്നാൽ ഇന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ രോഗീ സൗഹൃദ ഹോസ്പിറ്റലുകളും ആയുഷ് വെൽനസ് സെൻ്ററുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ക്യൂ നിന്ന് വിഷമിക്കാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുക്കാവുന്ന വിധത്തിൽ, നമ്മളുടെ ഡോക്ടറുടെ സന്ദർശനം നമുക്ക് ഉറപ്പാക്കുന്ന വിധത്തിൽ നമ്മുടെ സമയം നഷ്ടം വരുത്താതെ ഈ ഹോസ്പിറ്റൽ സംവിധാനം നമ്മുടെ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി വരികയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ഇപ്പോൾ 12ഓളം സ്ഥാപനങ്ങൾ ഈ സൗകര്യം ലഭ്യമാണ്. ആവശ്യമായ ചികിത്സാനിർണയ ഉപാധികൾ, അതായത് എക്സ്റേ, രക്തപരിശോധന മുതലായവയും സ്ഥാപനങ്ങളിൽ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും ദേവികുളം മണ്ഡലത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഏറെ പ്രാധാന്യമുള്ള ജീവിതശൈലീ രോഗ നിയന്ത്രണ പരിപാടികൾ. പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, പൊണ്ണത്തടി, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് മുതലായ ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി എല്ലാ ഡിസ്പെൻസറികളിലും ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കുകൾ നടത്തി വരുന്നുണ്ട്. ഗർഭിണി പരിചരണവും സൂതികാ പരിചരണവും ഏറെ എടുത്തു പറയേണ്ട നല്ല ഒരു പ്രൊജക്റ്റാണ് മാതൃവന്ദനം എന്ന പദ്ധതി. വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ മാതൃവന്ദനം പരിപാടി നടത്തി വരുന്നു. മാതൃവന്ദനം പരിപാടിയിലൂടെ ഗർഭിണിയായി 3 മാസമായ ആൾ ഡോക്ടറെ വന്ന് കാണുകയും എല്ലാ മാസവും ആരോഗ്യ പരിപാലനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കി വരുന്നത്. ഓരോ മാസവുമുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകളും
ആരോഗ്യ സംരക്ഷണത്തിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും വേണ്ട പരിപാടികൾ എല്ലാം ഈ പദ്ധതി വഴി നമ്മൾ നടപ്പാക്കി വരുന്നു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ. മഞ്ഞപ്പിത്തം, അതിസാരം മുതലായ പകർച്ചവ്യാധികൾ, വിവിധതരം പകർച്ചപ്പനികൾ എന്നിവയെല്ലാം വരുമ്പോൾ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും അതിനുള്ള പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജില്ലാ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരു പകർച്ചവ്യാധി പ്രതിരോധ സെൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദേവികുളം മേഖലയിൽ പ്രത്യേകിച്ചും പ്രതിരോധ പ്രവർത്തന സെൽ ഉണ്ട്. സ്കൂൾ കേന്ദ്രീകൃതമായി നമ്മൾ നടത്തുന്ന ആരോഗ്യ പരിപാടികൾ, വിളർച്ച അഥവാ അനീമിയ പോലുള്ള രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും വിവിധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഗർഭിണി പരിചരണം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സ്ത്രീ സംരക്ഷണത്തിന്, സ്ത്രീയുടെ ആരോഗ്യമാണ് വരും തലമുറയുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രത്യേക പ്രൊജക്റ്റുകൾ നമ്മൾ നടത്തിവരുന്നു. കൗമാരഭൃത്യം എന്ന് പറയുന്ന പ്രോജക്റ്റ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്റ്റാണ്. ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ കല്ലാർ ആശുപത്രിയിലും കൗമാരഭൃത്യം പ്രോജക്റ്റ് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട്, അതായത് നല്ല വെൽനസ് സെൻ്ററുകളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. സ്പോർട്സ് ആയുർവേദം. ഇടുക്കി ജില്ലയിൽ എടുത്തു പറയേണ്ടത്തക്ക ഒരു കാര്യമാണ് സ്പോർട്സ് ആയുർവേദം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയുള്ള ആയുർവേദ ആശുപത്രിയിൽ വളരെ മികച്ച ഒരു സ്പോർട്സ് ആയുർവേദ സെല്ലാണ്. കേരളത്തിനകത്തും പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കായിക താരങ്ങൾ വന്ന് ചികിത്സ തേടുന്ന ഒരു സ്ഥാപനമായി ഇന്ന് തൊടുപുഴയിലെ ആയുർവേദ സ്പോർട്സ് റിസർച്ച് സെൽ വളർന്നു വന്നിരിക്കുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ആരോഗ്യപരിപാലനം. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി വയോനിധി എന്ന ഒരു പ്രൊജക്റ്റ് എല്ലാ ഡിസ്പെൻസറികളിലും നടപ്പാക്കി വരുന്നു. അതുകൂടാതെ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിസ്പെൻസറികളിൽ വയോനിലാവ് പോലുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രോജക്റ്റുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. പാലിയേറ്റീവ് ഹോം കെയർ. സ്നേഹധാര എന്ന് പറയുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ജില്ലാ ആശുപത്രി നടപ്പാക്കി വരുന്ന ഒരു പ്രൊജക്റ്റാണ് പാലിയേറ്റീവ് സ്നേഹധാര പ്രൊജക്റ്റ്. അതുകൂടാതെ തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുമായും സഹകരിച്ചുകൊണ്ട് നമ്മൾ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. എല്ലാ മാസവും ആയുർവേദ ചികിത്സ ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ട എല്ലാവിധ സഹായവും നമ്മൾ ആ പദ്ധതി വഴി നടപ്പാക്കി വരുന്നു. നേത്രരോഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃഷ്ടി എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം, സ്ക്രീനിൻ്റെയും ഫോണിൻ്റെയും ഉപയോഗം കൊണ്ട് കുട്ടികളിൽ പോലും റിഫ്രാക്റ്റീവ് എറേഴ്സ് പോലുള്ള വിഷയങ്ങൾ വളരെ അധികം വർദ്ധിച്ചു വരികയാണ്. നമുക്ക് തൊടുപുഴ ആയുർവേദ ആശുപത്രിയിലും പാറേമാവ് ആശുപത്രിയിലും ദൃഷ്ടി എന്ന് പറയുന്ന പ്രത്യേക പ്രൊജക്റ്റ്, ഏറ്റവും ആധുനികങ്ങളായ മിഷനറികൾ ഉപയോഗിച്ച് നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ മനസ്സിലാക്കുകയും അതിനുവേണ്ട ആയുർവേദ ചികിത്സാവിധികൾ കിടന്നായാലും OP വിഭാഗത്തിലായാലും ഔട്ട് പേഷ്യൻ്റായിട്ടും നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട്. മറ്റൊന്നാണ് ട്രൈബൽ ഹെൽത്ത് കെയർ പ്രോഗ്രാം. നമുക്കറിയാം, ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ട്രൈബൽ ഹെൽത്ത് ഡിസ്പെൻസറികൾ നിലവിലുണ്ട്. അതുകൂടാതെ തന്നെ ജില്ലാ ആസ്ഥാനമായിട്ട് ട്രൈബൽ ഹെൽത്ത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയും ട്രൈബൽ മേഖലകളിൽ ആവശ്യമായ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രോഗികൾക്ക് ആവശ്യമായ ഔഷധങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു വരുന്നു. ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ് മൊബൈൽ ഡിസ്പെൻസറിയുടെ കാര്യം. പൈനാവിൽ നമുക്ക് ഒരു മൊബൈൽ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും മാറി മാറി നടന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം രോഗികൾക്ക് ആവശ്യമായ എല്ലാ സൗജന്യ ചികിത്സാ സഹായങ്ങളും ചെയ്തു വരുന്നു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അത് നേടിയെടുക്കണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ തൊട്ടടുത്ത ആയുർവേദ ഡിസ്പെൻസറിയിൽ, ഒരു പഞ്ചായത്തിൽ ഒന്നിൽ കുറയാതുള്ള ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, അവിടെ ചെന്നിട്ട് മെഡിക്കൽ ഓഫീസറെയോ ആരെങ്കിലും സന്ദർശിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നിങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ, ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ സഹായിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആരോഗ്യവേദി സമാപിക്കുന്നു.